ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചെമ്മീൻ പൊടി വെച്ചിട്ട്, അതായത് ഉണക്കച്ചെമ്മീനിട്ട് വറുത്തരച്ച ഒരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതീവ രുചികരമായിട്ടൊരു കറിയാണിത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രുചികരമായിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. സ്വല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുന്നുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് വെന്തുടഞ്ഞ് പോയാൽ ചക്കക്കുരു നന്നായി കിട്ടില്ല. അപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടൊന്ന് നമുക്ക് വറക്കണം. വറുത്ത് കോരിയതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ അത് ആദ്യമായിട്ട് വറക്കുകയാണ്. വറുത്തതിന് ശേഷം പിന്നെ അത് ചൂടാറിയാൽ തണുത്ത വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിയിൽ ഒരു 1-2 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ആദ്യമായിട്ട്. അപ്പോൾ ഇതിവിടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വൃത്തിയായി കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് തന്നെ ഒരു അരമുറി നാളികേരം, അരമുറി ഫുള്ളായിട്ടില്ല, ഒരു 1/4 മുറിയേക്കാൾ കുറച്ച് കൂടുതൽ, പിന്നെ ഒരു 4 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യമായിട്ടൊരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജോയിൻ്റ് ആക്കാനാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, മൺചട്ടി. അതിലേക്ക് ഒരു മാങ്ങ ചെറുതായിട്ട് നുറുക്കി വെച്ചത്, പച്ചമാങ്ങയാണ് കേട്ടോ, ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരച്ചെടുത്ത ആ അരപ്പ് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്നുകൂടി മിക്സി കഴുകിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇത് തിള വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നേരം വേവിക്കേണ്ടതുണ്ട്. കാരണം ഈ ചക്കക്കുരു മുഴുവനായിട്ട് വെന്തിട്ടില്ല. 10 മിനിറ്റ് വേവിച്ചാൽ ഈ കറിയുടെ വെള്ളം എല്ലാം ഒരു കറക്റ്റായിട്ട് വരും, ഗ്രേവി എല്ലാം ഒരു കറക്റ്റായിട്ട് വരും. അതുകൊണ്ടാണ് 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വറവ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോഴാണിത് പൂർത്തിയാവുള്ളൂ.
വറവിടാനായിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതോടുകൂടി കുറച്ച് വറ്റൽമുളക് ഇട്ടു. ഇനി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സുന്ദരമായിട്ടുള്ള ചക്കക്കുരു, പച്ചമാങ്ങ, ചെമ്മീൻ പൊടി ഇട്ട് വെച്ച നാടൻ കറി റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജിനു ജനാർദ്ദനൻ മൂക്കുതല. ബായ്.